ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളും സാക്ഷികളാണ്. അപ്പം അനുസരിക്കുന്നവർക്കാണ് ഇത് കൊടുക്കുന്നത്, പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്. ഇപ്പം രക്ഷിക്കപ്പെട്ട ചിലതൊക്കെ തീക്കാത്തിടണം. ഏതവസ്ഥയിലും അഭിഷേകം പ്രാപിക്കണമെങ്കിൽ we have to cast certain things into the fire. That means it should be burned out completely for the glory of the Lord. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചിലതൊക്കെ തീക്കകത്ത് ചാരമായി മാറിയെങ്കിലേ ദൈവത്തിന് തന്നെ അഭിഷേകത്താൽ നമ്മെ നിറയ്ക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ എഫെസോസിൽ പൗലോസ് പ്രസംഗിക്കുവാനായി കടന്നു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ എഫെസോസിൽ പത്രോസിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദേശത്തുള്ള പല മന്ത്രവാദികളും ആഭിചാരകന്മാരും ക്ഷുദ്രക്കാരും ഒക്കെ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് കടന്നിടയാക്കരുത്. ഇപ്പോൾ വായിക്കാണ് Acts chapter 19 verse 18 and 19. വിശ്വസിച്ചവർ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞു. ഇതാണ് രക്ഷയുടെ ഒന്നാമത്തെ പടി. ഞാൻ തെറ്റുകാരനാണെന്നും ചെയ്ത പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ് രക്ഷയുടെ ഉന്നതി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു ആ കൂട്ടത്തിൽ ക്യൂരിയസ് ആക്ട്സ് ഓർ ദ ബ്ലാക്ക് മാജിക് വിച്ച് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരും വന്നു. ക്ഷുദ്രപ്രയോഗം ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്കാർ കടന്നു വന്നു. തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണെ ചുട്ടുകളഞ്ഞു. തങ്ങളുടെ മന്ത്രവാദങ്ങൾ ഇത്രയും നാളും ആഭിചാരം സോസറിയൊക്കെ ചെയ്തു വന്ന തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണെ. നമ്മുടെ ഇപ്പോഴും പല പുസ്തകങ്ങളുണ്ട്. നമ്മുടെ മന്ത്രവാദ പുസ്തകങ്ങളല്ല, പഴയ സ്വഭാവത്തിന്റെ പല ബുക്സും നമ്മൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്നെ കൊണ്ട് എന്റെ പഴയ സ്വഭാവം ഒന്നും എടുപ്പിക്കാൻ. ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചാൽ എന്റെ അർത്ഥം ആരാ? ഞാൻ ഇപ്പൊ കാണുന്ന ഉപദേശിയല്ല, പിന്നെ ആരാ? രക്ഷിക്കപ്പെടാത്ത പഴയ മനുഷ്യനാണ്. അത് അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ എവിടെ ഇടണം? എത്ര വിലയുള്ളതാണെങ്കിലും അത് തീറ്റകത്തിടണം. ഈ മന്ത്രവാദികളും ആഭിചാരകന്മാരും അതുകൊണ്ട് എവിടെ ഇട്ടു? തീറ്റകത്തിന് വില പറയുന്നുണ്ട്. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് പറഞ്ഞു. 50,000 സിൽവർ കോയിൻ വിലയുണ്ടായിരുന്ന അത്രയും സാധനങ്ങൾ. അതാണ് അവർ തീക്കാത്ത. ഇവിടെ 50 പേരുടെ സാധനം തീക്കാത്തുള്ളതില്ല. പിന്നല്ലേ ഇതിൽ 50,000 വെള്ളിക്കാശ്. അന്നത്തെ കാലത്ത് 6-12 മണിക്കൂർ ജോലി ചെയ്താൽ ഒരു വെള്ളിക്കാശ് പറഞ്ഞു വെത്താൻ കൂലിക്ക് വിളിക്കുന്നത്. 11-ാം മണി നേരത്ത് വന്നവൻ ഒരു വെള്ളിക്കാശാണ് കൊടുത്തത്. 50,000 വെള്ളിക്കാശ് കിട്ടണമെങ്കിൽ 50,000 ദിവസത്തെ ജോലിയാണ് നോക്കണം. നാളെ നിങ്ങൾ കണക്കൂട്ടിയാൽ ഇന്നലെ ഞാൻ പറയണ ബില്ലൊക്കെ നേരത്തെ കാണാൻ സമയം കൂടാൻ. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയി കണക്കൂട്ടിയാൽ മതി. 50,000 ദിവസത്തെ അല്ലെങ്കിൽ ശമ്പളമാണ്, അതിന്റെ വിലയുള്ള പുസ്തകങ്ങളാണ് ദൈവനാമത്തിന് വേണ്ടി അവർ തീക്കകത്തിട്ട് ചുട്ടുകളഞ്ഞത്. നമ്മയും നമുക്കുള്ളതിനെയും മുഴുവനായി യാഗമായി സമർപ്പിക്കുന്നില്ലെങ്കിൽ പ്രാപിക്കുവാൻ പറ്റി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരത്തില്ല. അത് കഴിഞ്ഞ ഉടനെ വലിയ ഉണർവുണ്ടായി, വലിയ ദൈവപ്രവൃത്തി ഉണ്ടായി. അതിന് മുമ്പുള്ള വാക്യങ്ങളൊക്കെയുണ്ട്. ഇത് എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യുവാൻ സ്കേവ എന്ന പുരോഹിതന്റെ ആൺമക്കളും ശ്രമിച്ചു നോക്കി. പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന പോലെ ഞങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവർക്ക് തോന്നിയ പോലെ ഒരു ഭൂതത്തെ ശാസിക്കാൻ പോയി. അവസാനം വസ്ത്രം പോലും ഇല്ലാതെ കൂടി രക്ഷപ്പെട്ടത്. ആ ഭൂതം ചോദിച്ചൊരു ഇതുണ്ട്, ഞങ്ങൾക്ക് യേശുവിനെ അറിയാം, പൗലോസിനെ നിങ്ങൾ ആരാന്ന് ചോദിച്ചു. യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം. അപ്പം നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. പരിശുദ്ധാത്മാവിന്റെ നിറവും അഭിഷേകവും അത് കൊണ്ടു നടക്കുവാനുള്ള പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു. So we have to renounce before we receiving the Holy Spirit, prepare a land to pour out the outpouring of the Holy Spirit. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ renounce certain things from our life. ചിലതിനെയൊക്കെ ത്യജിച്ച് കളയണം. രണ്ടാമത്തെ വാക്ക് we have to relax in the presence of the Lord. അതുപോലെ രണ്ടാമത്തെ വേർഡ് റിലാക്സ് ചെയ്യണം. അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ജോലിക്ക് കാണും നടക്കത്തില്ല. റിലാക്സ് ചെയ്യണം. അഭിഷേകത്തിന് വേണ്ടി ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നവർ എന്ത് ചെയ്യണം? പെന്തക്കോസ്തുകളിൽ അഭിഷേകം വന്നത് അവർ ഒരു സ്ഥലത്ത് ഒരുമനപ്പെട്ട് കൂടിയിരുന്നു. ഒരേ മനസ്സോടെ അവർ കൂടിയിരുന്നു. അവർ കൂടിയിരുന്നപ്പോൾ ഹൃദയം ഒന്നായിരുന്നു, പ്രാർത്ഥന ഒന്നായിരുന്നു, ഉദ്ദേശം ഒന്നായിരുന്നു. ഒറ്റ വിഷയത്തിന് വേണ്ടി ഏറെ നാൾ കഴിയും മുമ്പ് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നതിനെ നിങ്ങളുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ ആ വാഗ്ദത്തത്തിന് വേണ്ടി ഒരു താല്പര്യത്തോടെ അവിടെ ഇരുന്നപ്പോഴാണ് വലിയ കൊടിമുഴക്കത്തോടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. സോ വി ഹാവ് ടു റിലാക്സ്. പരിശുദ്ധാത്മാവ് പ്രാപിക്കേണ്ടവരെ അതാണ് പഴയ കാലത്ത് നമ്മുടെ പിതാക്കന്മാരൊക്കെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വേറെ വീട്ടിലെ കാര്യങ്ങളും പശുവിന്റെ കാര്യങ്ങളൊന്നും നോക്കാതെ വന്നിരുന്ന് ദിവസം സമർപ്പിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടായി കഴിയുമ്പോൾ ഹൃദയം ഒരുക്കപ്പെട്ട് നല്ല നിലത്ത് വീണ വിത്ത് പോലെ ആത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായി അന്യഭാഷയിൽ സംസാരിച്ചു. പിന്നെ ആരെയും വിട്ട് പോകുവാൻ തോന്നാനേ ഇല്ല. ആ ഒരു അവസ്ഥ ഉണ്ടായതിന്റെ കാരണം അവർ റിലാക്സ് ചെയ്യുകയായിരുന്നു. അപ്പം ഒന്നാമത് റിനൗൺസ് ചെയ്യണം, രണ്ടാമത് എന്ത് ചെയ്യണം?
അല്പസമയം എല്ലാം മാറ്റി വെച്ചിട്ട് ദിവസം ഇരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം. Hallelujah. Thank you, Jesus. തിരക്കൊന്നും മനുഷ്യർ ബിസി ഒന്നുമല്ല. എല്ലാവരും തിരക്കോട് ഞാനൊന്നും ഇരിക്കാന്ന് വരത്തില്ല. ഒന്ന് റിലാക്സ് ചെയ്യണം. മൂന്നാമതായിട്ട് we have to receive. ഈ വരുന്നതിനെ നമ്മൾ സ്വീകരിക്കാൻ റെഡി ആയിരിക്കണം. കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളാണ് ഞാൻ മുറുകെ പിടിക്കുന്നത്. യോവേൽ പ്രവാചകൻ 2:28 വായിക്കുക. യോവേൽ chapter 2:28. Then time I will pour out my spirit upon all flesh. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ പേരിൽ ഞാൻ ആത്മാവിനെ I am not exempted from that എന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അഭിഷേകം പ്രാപിക്കുന്നവർ ഇത് ചിലർക്കുള്ളതല്ല. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ പേരിൽ ഞാൻ ആത്മാവിനെ പകരം എല്ലാവർക്കും ഉള്ളതാണ്. ഞാനും അതിൽ ഉൾപ്പെട്ടതാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പിന്നീട് ഒരു സമയത്ത് ഓർപ്പിക്കാം. ആത്മാഭിഷേകം, ആത്മനിറവും ആത്മാവിന്റെ നടത്തിപ്പുകളൊക്കെ ഇപ്പൊ സമയമല്ലോ. അപ്പം ആത്മാവിൽ നിറയുവാൻ താല്പര്യപ്പെടുന്നവർ, ആത്മാവ് ജീവിതം നയിക്കാൻ താല്പര്യപ്പെടുന്നവര് എനിക്കുള്ള വാഗ്ദത്തമാണ്. സകല ജഡത്തിനും കൊടുത്ത ഹല്ലേലൂയ ഒരു ഡിഫറൻസും ഇല്ലാതെ ജെന്റൈൽസിനും ജൂഷിനും എല്ലാം കൊടുത്ത വാഗ്ദത്തങ്ങളാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ പേരും ഞാൻ എന്റെ ആത്മാവിനെ പകരുന്നത്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, യൗവനക്കാർ ദർശനങ്ങളെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുകയാണ് ദാസിമാരുടെ മേലും ദാസന്മാരുടെ മേലും എന്റെ ആത്മാവിനെ പകരും. ഈ പറഞ്ഞിരിക്കുന്നത് എനിക്കും ഉള്ളതാണെന്ന ബോധ്യം എനിക്ക് വേണം. ഹല്ലേലൂയ. പ്രത്യേക ആർക്കും തലയിൽ പ്രാർത്ഥിക്കുന്നു വേണ്ട, ഇത് എനിക്കുള്ളതാണെന്ന് വാഗ്ദത്തം നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളതാണെന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. This promise is entirely for me and my family. For our church is going to be filled in one of these days with the abundance of the Holy Spirit. എന്നൊരു വലിയ താല്പര്യം നമുക്കുണ്ടായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തിയിലെ 2-ാം അധ്യായത്തിൽ 38 പൗലോസ് അതെല്ലാം പറഞ്ഞതല്ല. എന്നാൽ പരിശുദ്ധാത്മാക്കളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുക, അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇത് വിശ്വാസത്തോടെ വേണം ഏറ്റെടുക്കുവാൻ. ഇനി നമ്മളോട് പറയാം, വലിയ കോലാഹലം ഒന്നും കണ്ടില്ലെങ്കിലും കഴിഞ്ഞ ചോർപ്പിച്ച അഭിഷേകം പ്രാപിച്ച അന്യഭാഷ നിർബന്ധമൊന്നുമില്ല. പക്ഷെ 99% അന്യഭാഷ അടയാളത്തോടും കൂടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഭിഷേകം പ്രാപിക്കുന്നത്. ഇനി ഞാൻ കഴിഞ്ഞ ചോർപ്പിച്ച മറന്നു തരാൻ വേണ്ടി വയ്ക്കുക, എത്ര തരത്തിലുള്ള അന്യഭാഷയുണ്ട്? ഞാൻ ഈ പറഞ്ഞത് കഴിഞ്ഞായിട്ട് തോന്നിപ്പോയി ചോദിച്ചു. പറഞ്ഞാണ് മലയാളത്തിൽ ചോദിച്ചത് എത്ര തരത്തിലുള്ള അന്യഭാഷയുണ്ട്? കഴിഞ്ഞ ചോദിച്ചാ 4. ഏതൊക്കെയാ? തിരിച്ചുകൊണ്ട് വരും. ഒന്ന്, ദൂതനോട് സംസാരിക്കും. പഠിച്ചത് എനിക്കറിയാവുന്ന ഭാഷ, പക്ഷെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാകാം. പെന്തക്കോസ്ത് നാളിൽ കടന്നു വന്ന ക്രേത്യർക്കും ഹിത്യർക്കും ഹിബിയർക്കും അല്ലെങ്കിൽ ജബൂസ്യർക്കും ഒക്കെ മനസ്സിലായ ഭാഷ ഞാൻ പറഞ്ഞു, പക്ഷെ അവർക്ക് മനസ്സിലായി. എനിക്ക് തന്നെയാണ്. എനിക്കതൊരു വേറെ ഭാഷയാണ്. എന്നാൽ രണ്ടാമതൊരു ഭാഷയാണ് ദൂതന്മാരുടെ ഭാഷ. പൗലോസ് പറയുന്ന മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയും പിശാചിനും കൂടെ അറിയാവുന്ന ഒരു ഭാഷയാണത്. ലോകത്തുള്ള എല്ലാ ഭാഷയും പിശാചിന് അറിയാം. പിന്നെ പിശാചിന് അറിയാവുന്ന ഒരു ഭാഷയാണ് ആത്മീയ ഭാഷയായ ദൂതന്മാരുടെ ഭാഷ. മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ഇനി മൂന്നാമത്തെ ഭാഷ പിശാചിന് പോലും മനസ്സിലാകാത്ത, ഒരു ലോകത്തിലുള്ള ഒരു ഭാഷയല്ലാത്തൊരു ഭാഷയുണ്ട്. ഞാൻ ആത്മാവിൽ സംസാരിക്കുന്നു, അത് ആരും തിരിച്ചറിയുന്നില്ല. ഞാൻ ദൈവത്തോടത്രേ അൺനോൺ ടങ് എന്നാണ് ഉപേക്ഷിക്കുന്നത്. അറിയപ്പെടാത്ത ഭാഷ. അത് ആർക്കെ അറിയത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നാം പറയുന്നു, അത് ആർക്ക് മനസ്സിലാകും? ദൈവത്തിന് മനസ്സിലാകും. ആത്മാവിലുള്ള മർമ്മങ്ങളെയാണ് സംസാരിക്കുന്നത്. ഇനി നാലാമത്തെ ഭാഷ സ്പിരിറ്റ് അല്ല, ഞാൻ ഭാഷയെ കുറിച്ചാണ്. നാലാമത്തെ ഭാഷകളുടെ വിവിധ ഭാഷകളുടെ ഗിഫ്റ്റ് ഓഫ് ഡിഫറെന്റ് ടൈംസ്, വിവിധ ഭാഷകളുടെ വരം. ഒരു സ്ഥലത്ത് സുവിശേഷം വരെ കൊണ്ട് ചെല്ലുമ്പോൾ സാധാരണയിൽ കവിഞ്ഞ വേഗത്തിൽ ആ സ്ഥലത്തെ ഭാഷ പഠിക്കുവാൻ ദൈവദാസന്മാർക്ക് ദൈവം കൊടുക്കുന്ന പ്രാഗൽഭ്യം, വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം നോക്കാതെ ഏതെങ്കിലും ഗ്രാമത്തിൽ അവരെ അയച്ചാൽ ആ ഭാഷകൾ പഠിക്കും. വിവിധ ഭാഷകൾ വേഗത്തിൽ പഠിച്ച് ദൈവവചനം പറയാൻ വേണ്ടി, അല്ലാതെ അവരുടെ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയല്ല, സുവിശേഷം എങ്ങനെങ്കിലും ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ ദൈവം അവർക്ക് കൊടുത്ത കഴിവുകൾ ഒന്നാണ് വിവിധ ഭാഷകളുടെ വരം. അങ്ങനെ വിഷയമല്ലോ. അപ്പൊ നോക്കുക, ദൈവമക്കൾ വലിയ പോരാളൊന്നും കണ്ടില്ലെങ്കിലും ആത്മനിറവിന്റെ ഒരു ശക്തി ശരീരത്തിൽ അനുഭവിക്കുന്നത് അവർക്ക് നന്നായിട്ടാണ്. അതാണ് ദൈവമക്കളുടെ ജീവിതത്തില് തെളിവായി വരേണ്ടത്. ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനം ഉണ്ടാകുമ്പോൾ we have to respond. നമ്മൾ അതിന് എന്ത് ചെയ്യണം? പ്രതികരിക്കും. സ്തോത്രം. നമ്മൾ അതിനോട് പ്രതികരിക്കണം. അല്ല പലരും എനിക്കാണ് അഭിഷേകം കിട്ടിയതാണോ, ഒരു വാക്ക് കിട്ടി വന്നോളൂ, നടക്കണേ ഒന്നും പറയാം. പിള്ളേർ പറഞ്ഞത് എങ്ങനെ ഒരു അക്ഷരം പറയുന്നേ, അതങ്ങ് പറഞ്ഞു തുടങ്ങണം.
ദൈവം തരുന്ന നാവിൽ തരുന്ന ഭാഷകളെ പറഞ്ഞു തുടങ്ങണം. സ്തോത്രം. നമ്മുടെ അതരങ്ങളെ തൊടുന്നു. വിളിച്ച് പറയുന്നത് വിക്കി വിക്കി പറയുന്ന അതരങ്ങളാ. നോക്കണം. സ്തോത്രം. 28-ന്റെ 11-ാം വാക്യത്തിലാണ് വായിച്ചോട്ടെ. ഐശ്വര്യ